ശ്രീ എം ലിജു, ഈ കേസ് നൽകുന്നതിൽ ഒരു അമിത ധൃതി വേഗം കാണിച്ചോ മാത്യു കുഴൽനാടൻ? ഈ തെളിവുകൾ ഹാജരാക്കാൻ പറയുമ്പോൾ 5 രേഖകളാണ് ഹാജരാക്കി. ഈ 5 രേഖകളിലും മുഖ്യമന്ത്രിക്ക് നേരിട്ട് പങ്കുള്ളതായി തെളിയിക്കുന്ന കാര്യങ്ങളില്ല. അപ്പോൾ ഇതിലൊരു തിടുക്കം കാട്ടിയത് കൊണ്ട് പറ്റിയ തിരിച്ചടിയാണോ കോടതിയിൽ നിന്ന്? ഇതിപ്പോൾ സാങ്കേതികമായി നിയമപരമായി തിരിച്ചടി എന്ന് മാധ്യമങ്ങൾക്ക് മുന്നിൽ പറയേണ്ടി വന്നിരിക്കുന്നു മാത്യു കുഴൽനാടന്. മാപ്പിന്റെ കാര്യം അത് ആലോചിക്കാം എന്ന രൂപത്തിലേക്ക് പറയേണ്ടി വരുന്നു. അപ്പോൾ സഭയ്ക്കകത്തും പുറത്തും നടത്തിയ പോരാട്ടം, ആ പോരാട്ടത്തിൽ മാത്യു കുഴൽനാടൻ പരാജയപ്പെട്ടു എന്നാണോ കരുതേണ്ടത്? നേരത്തെ തന്നെ ഞാൻ പറയും, ഇതൊരു ലോവർ കോർട്ടിലെ ഒരു വിധി മാത്രമാണ്. ഇത് രേഖകളിൽ കണക്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ഈ കോടതിയുടെ നിരീക്ഷണം മാത്രമല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ ഇപ്പോഴും പ്രസക്തമല്ലേ. 2019 തന്നെ ലീസ് റദ്ദ് ചെയ്യാൻ സാഹചര്യമുണ്ടായിട്ട് അത് ചെയ്യാതെ വിവിധ തരത്തിൽ മുഖ്യമന്ത്രിയെ സമീപിക്കുകയും മുഖ്യമന്ത്രി അത് പരിഗണിക്കുകയും അതിനാൽ അന്തിമമായി തീരുമാനിക്കപ്പെട്ടു ഇത് ലീസ് കൊടുക്കേണ്ട കാര്യമില്ല. അപ്പൊ സർക്കാരാണ് ആ കേസുകളിലൊക്കെ തന്നെ കോടതികളിൽ നിൽക്കുന്നത്, വാദിയായി നിൽക്കുന്നത്. അപ്പൊ വാദിയായി നിൽക്കുന്ന സർക്കാരിന് തന്നെ കോടതിയിൽ പരാജയപ്പെട്ട കക്ഷി ഈ പരാതിക്കാരന് പരാതി കൊടുക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. എന്നിട്ട് ആ മുഖ്യമന്ത്രി ആ ലീസ് റദ്ദ് ചെയ്യുന്നത് മാത്യു കുഴൽനാടൻ ഈ കോടതിയിൽ കേസ് ഫയൽ ചെയ്തതിനു ശേഷമാണ്. 2, പിന്നെ CMI തോട്ടപ്പള്ളി ഖനനവുമായി ലഭിക്കുന്ന ഇൽമനൈറ്റ് CMRI കമ്പനിക്ക് ലഭിക്കുന്നു എന്ന സാഹചര്യം നിലവിലിരിക്കുന്നു. അതൊന്നും കോടതി കണക്കിലെടുക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കോടതിയെ സംബന്ധിച്ച് കോടതിയുടെ ഈ ജഡ്ജ്മെന്റ്, അതിനാണല്ലോ ഈ അപ്പീൽ കോടതികൾ ഉള്ളത്. വിജിലൻസ് കോടതി ഞങ്ങളെ സംബന്ധിച്ച് ഈ വിഷയത്തിൽ മുന്നോട്ട് പോകണമെങ്കിൽ ഈ വിജിലൻസ് കോടതിയെ സമീപിക്കണമായിരുന്നു. വിജിലൻസ് കോടതിയെ സമീപിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റുമോ രാജ്യമരി കേസിൽ? അപ്പൊ അതിന്റെ ഫസ്റ്റ് സ്റ്റെപ്പല്ലേ ആയുള്ളൂ. ആ സ്റ്റെപ്പ് കോടതി തള്ളി, കുഴപ്പമില്ല. ഇതിന്റെ മുകളിൽ കോടതികളുണ്ട്. മാത്രമല്ല ഇവിടെ നേരത്തെ പിന്നെ BJP പ്രതിനിധി പറഞ്ഞതെന്ന് ഞാൻ മറുപടി പറയുന്നില്ല. ഈ പിണറായി വിജയനെ സഹായിക്കുന്ന, ഏറ്റവും കൂടുതൽ സഹായിക്കുന്ന, ലൈഫിലെ തട്ടിപ്പിലും കസ്റ്റം സ്വർണ്ണ കള്ളക്കടത്ത് കേസിലാവട്ടെ, ലാവലിൻ കേസിലാവട്ടെ സഹായിച്ചുകൊണ്ടിരിക്കുന്ന BJPയുടെ പ്രതിനിധികൾക്കൊന്നും മറുപടി പറയേണ്ട കാര്യമില്ല. അയാൾ പറയുന്നത് മാത്യു കുഴൽനാടൻ സെക്രട്ടേറിയറ്റ് ഒഴിച്ച് ബാക്കിയെല്ലാം കൈയേറിക്കൊണ്ടിരിക്കുകയാണെന്ന്. മാത്യു കുഴൽനാടന്റെ കാര്യങ്ങളൊക്കെ തന്നെ അയാൾ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, അതിന്റെ വിശദീകരണവും കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനെ വ്യാഖ്യാനിക്കുമ്പോൾ മാത്യുവിനെ കുറ്റപ്പെടുത്താൻ CPM പ്രതിനിധി പോലും ഉപയോഗിക്കാത്ത ഭാഷ ഒരു BJP പ്രതിനിധി ഉപയോഗിക്കുന്നതിലൂടെ യഥാർത്ഥത്തിൽ എന്താണ് ഇവർ തമ്മിലുള്ള ബന്ധം വ്യക്തമായിരിക്കുകയാണ്. പിന്നെ BJPയെ സംബന്ധിച്ച് ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കാത്തതിന് മെരിറ്റുള്ള ഒരു കാര്യവും പറഞ്ഞിട്ടില്ലാത്തതുകൊണ്ട് ഞാൻ അതിന് മറുപടി പറയാൻ ആഗ്രഹിക്കുന്നില്ല. സ്മൃതി ചോദിച്ച കാര്യങ്ങൾക്കാണ് ഞാൻ മറുപടി പറയുന്നത്. അപ്പൊ അതിന് കൃത്യമാണ് അതിൻ്റെ അകത്തെ കാര്യം. ഒന്ന്, ഇതൊരു ലോവർ കോർട്ട് മാത്രമാണ്. അതിൽ മാത്യുവിൽ സമീപിച്ചിരിക്കുന്ന രേഖകൾ മാത്യുവിന്റെ ആവശ്യം തന്നെ അന്വേഷണം വേണമെന്നാ, അല്ലാതെ പൂർണ്ണമായ ഒരു കാര്യം വേണമെന്നായിരുന്നില്ല. കോടതി അന്വേഷിക്കട്ടെ എന്ന് പറഞ്ഞതിന്റെ ഒരു പ്രധാനപ്പെട്ട കാര്യം പ്രോസിക്യൂഷൻ സാങ്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണ്. കോടതി അന്വേഷിക്കാൻ അനുമതി ഉണ്ടായിരുന്നെങ്കിൽ ഈ രേഖകൾ പലപ്പോഴും ഒളിപ്പിച്ചു വച്ചിട്ടിരിക്കുന്ന പല രേഖകളും പരാതിക്കാരന് കോടതിയിൽ പെറ്റീഷൻ നീക്കം ചെയ്യുകയും രേഖകൾ കോടതിയിൽ വരുത്തി പരിശോധിക്കാനുള്ള അവസരം ലഭിക്കുമായിരുന്നു. അതാണ് കോടതി അന്വേഷിക്കണം എന്ന് പറഞ്ഞതിന്റെ അടിസ്ഥാനം. ഈ കോടതി പ്രധാനപ്പെട്ട പല കാര്യങ്ങളും വിസ്മരിച്ചുപോയി. ഈ കോടതിയുടെ ജഡ്ജ്മെന്റിൽ ഒരിക്കലും ന്യായീകരിക്കാത്ത പല പരാമർശങ്ങളും ഉണ്ടായി. നേരത്തെ പറഞ്ഞതുപോലെ ഒരു മുഖ്യമന്ത്രിയുടെ മകളുടെ ബാങ്ക് അക്കൗണ്ടിൽ പണം കിട്ടിയിട്ടും പണം കിട്ടിയത് എന്ത് രേഖയെന്ന് ചോദിക്കുന്ന കോടതിയുടെ വിധി ഉപരി കോടതികളിൽ നിലനിൽക്കില്ല എന്ന ഉറച്ച വിശ്വാസമാണ് ഞങ്ങൾക്കുള്ളത്. ഈ ജഡ്ജ്മെന്റ് മെറിറ്റുള്ള ജഡ്ജ്മെന്റ് ആണെന്ന് ഞാൻ കരുതുന്നത്. ഞാൻ ജഡ്ജിയെ വിമർശിക്കുകയല്ല, ജഡ്ജ്മെന്റിനെ വിമർശിക്കുകയാണ്. ഈ ജഡ്ജ്മെന്റ് ഒരു മെറിറ്റോറിയസ് ജഡ്ജ്മെന്റ് ആണെന്ന് ഞങ്ങൾ കരുതുന്നില്ല. അത്രേ ഉള്ളൂ കാര്യം. ശരി, ശ്രീ അനിൽകുമാർ, ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.